രണ്ട് പോലീസുകാരെ എടുത്താൽ അവരുടെ ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ വ്യത്യാസമായിരിക്കും, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്കോട് പ്രസക്തി ഇല്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമേ. ഇപ്പം നമ്മളൊരു ലാത്തിചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആദിവാസി സമരം അടിച്ചമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയാമെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഈ നരിവേട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവന്റ്സ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന പോലീസുകാർക്ക് ഇമോഷൻസിനെയാണ് പണം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ളത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ വേണ്ടി. ഒരു കൊറോണയുടെ സമയമാണ് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ കൊറോണ വരുമ്പോൾ പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ല. അങ്ങനെ പേടിച്ച പോലീസുകാരുണ്ടായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ഓപ്ഷനില്ല. അവര് അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവരുടെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പൊ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്ത് നിരന്തരമായിട്ട് ഇങ്ങനെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള, എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ അവര് പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ അങ്ങേറ്റിരിക്കുന്നുണ്ട്. ആ പ്രദീപ് എന്ന് പറയുന്നത് ആ പ്രദീപാണ് അന്ന് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇന്ത്യ വിഷനിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്ത ക്യാമറയാണ്. പ്രദീപ് അങ്ങനെയാണ്, ഫ്രണ്ടിലൊന്നും വരില്ല. പ്രദീപ് ഒന്ന് കൈ നോക്കണം. പ്രദീപ് എല്ലാവർക്കും അത് കാണാം. ഓക്കെ, നമസ്കാരം ചേട്ടാ. ഓക്കെ, പ്രണവിനോടൊരു ചോദ്യം വരുന്നുണ്ടായിരുന്നു.